ഇതിൽ ഞാൻ മോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത് അച്യുതന്റെ അനുജനായിട്ടാണ് ചെയ്യുന്നത്. ഇതില് ചേച്ചി ഞാൻ തമ്മില് നല്ല സ്നേഹമാണ്, വളരെ മനോഹരമായ സ്നേഹമാണ്. സിനിമ കാണുമ്പോൾ എല്ലാവരും മനസ്സിലാവും എന്തായാലും സിനിമ കാണണം. അതിൽ ഞാൻ കാസ്റ്റ് ചെയ്ത് ജോസഫ് സാറിലൂടെയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഹൃദയകാരിയായ കുറച്ച് സിനിമകളിലൊക്കെ ഭാഗമായി ഞാൻ അച്യുതാകാരം വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഇതിന്റെ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു നമ്മുടെ മൂവി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു അതിർവരമ്പില്ല. ഇപ്പം പല മലയാള സിനിമ പല സിനിമകളിലും നമ്മൾ ടെക്നീഷ്യൻസ് പറയുമ്പോൾ വേറൊരു വിഭാഗം, ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു വിഭാഗം, പിന്നെ ഡയറക്ടർ ടീമിന്റെ അവരുടെ ഒരു വേറൊരു വിഭാഗം, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മുടെ മൂവിയിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്, ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് സിനിമ കംപ്ലീറ്റ് ചെയ്തത്. തുടർന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്. 17-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മുഴുവൻ പ്രേക്ഷകർ ചേർത്ത് പിടിക്കണം. കാരണം ഇത് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്, അതോടൊപ്പം ത്രില്ലർ മൂവിയാണ്. ഇതൊരൊറ്റ ജേണറുകൾ പറഞ്ഞു കൊടുക്കേണ്ട സിനിമയാണ്. ഒരുപാട് ജേണറുകൾ, ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ വരുന്നത് പോലെ നമ്മുടെ സിനിമയിലെ ഓരോ ജോണറുകളും പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിപ്പം അച്യുതയുടെയും മോഹന്റെയും കുടുംബത്തിൽ അവരുടെ അമ്മയും അച്ഛനും ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിലൂടെ കഥ എങ്ങനെ മുന്നോട്ട് പോകും, അവര് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ആളുകൾ നേരിടേണ്ട വിഷയം എന്താണ്, അത് കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അനുഭവിച്ച് തന്നെ തിയേറ്ററിൽ പോയി കണ്ട് അനുഭവിച്ച് തന്നെ ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കണം. അത്രയും മനോഹരമായ മൂവിയാണ് നമ്മുടെ സിനിമ. ഇതിൽ ക്രൂരനായ വില്ലൻ ആയിട്ട് കുറെ പേരുണ്ടെങ്കിലും അതുപോലെ ക്രൂരനായ അവരുടെ പാലൊന്നും പറയുന്നില്ല. ഈ അടിയിൽ കുറച്ച് ക്രൂരത കാണിക്കുമ്പോൾ, ചേച്ചിയോട് ഇത്തിരി കുശുമ്പൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. എന്നാലും നമ്മുടെ ചേച്ചി അടിയിൽ നമുക്ക് ഭയങ്കര ബോണ്ടാണ്, ഭയങ്കര സ്നേഹമാണ് മൂവിയിൽ. പക്ഷെ ചേച്ചി കുറച്ചും ഭയങ്കരമായിട്ട് പഠിച്ച് വളർന്ന് വലുതായി വരുന്നതാണ്. കുടി ഭയങ്കര രീതിയിൽ അസുഖമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി പറയുന്നത്. പക്ഷെ മോഹൻ പാവാട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കഥാപാത്രം. അപ്പൊ എല്ലാവരും സിനിമ കാണുന്നത്. എൻ്റെ ഒരു മജീദ്, ഞാൻ പട്ടാമ്പിയാണ് സ്ഥലം, പട്ടാമ്പി കൂറ്റനാട്. ഞാനിതുപോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളാണ്. കഴിഞ്ഞൊരു 14 വർഷത്തോളമായിട്ട് തിയേറ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണ്. പഠിച്ചതൊക്കെ തിയേറ്ററിനായിരുന്നു. ഡിഗ്രിയും PG ഒക്കെ തിയേറ്റർ ചെയ്ത്. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ലിറ്റിൽ സ്കൂൾ ഓഫ് തിയേറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു പ്ലേ കൂഹു എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ജോസഫ് സാർ വിളിക്കുന്നത്, നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ജോസഫ് സാറിന് എൻ്റെ സംവിധായകനൊക്കെ ആയിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ പുള്ളി നേരെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഈ ടെൻഷൻ ഇതാണ്, കന്നഡ സിനിമ എന്നാണ് അറിയണത്. കന്നഡക്കാരാണ് മൊത്തം. കന്നഡ പറഞ്ഞ ഇന്നസെന്റ് പറഞ്ഞവര് ഫുൾ കന്നഡക്കാർ പറഞ്ഞവര് എല്ലാവരും കന്നഡക്കാരാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞില്ല ലാംഗ്വേജ്. അപ്പൊ പറഞ്ഞത് മലയാളത്തിലാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഒരു ആശ്വാസമായി. കന്നഡ അതെ അതെ അതെ. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ആക്ടിങ് രംഗത്ത് തന്നെ നിൽക്കുന്നത് പ്രധാനമായിട്ട് തിയേറ്ററാണ്. കാരണം തിയേറ്ററിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഷോ കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ട് വണ്ടി കയറുന്നത്. ഇനി ഇത് കഴിഞ്ഞാലും നേരെ ഷോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആക്ടറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സിനിമയ്ക്ക് ഒരു അവസരം തരുന്നു. ഇതിനു മുമ്പ് കുറെ ഇൻഡിപെൻഡന്റ് മൂവീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു വർക്ക് വരുമ്പോൾ അതിൽ ഞാനിങ്ങനെ ക്യാരക്ടർ എന്താണെന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ജോസറോട് ഓക്കെ, ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പോർഷൻസ് അയച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്. പിന്നെ അതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. പിന്നെ ഇതിന്റെ പ്രോസസ്സിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഇത് വിചാരിച്ച പോലെയല്ല, ഇത് കുറച്ചൊരു ടക്കി പരിപാടി, അങ്ങനത്തെ ഒരു വില്ലൻ പരിപാടിയാണ്. ഇതിന്റെ ഒരു പ്രോസസ്സിൽ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ 2 ലൊക്കേഷൻസിൽ ഞങ്ങളുടെ പരിപാടി നടന്നിരുന്നു. ഒരു മംഗലാപുരത്തിന്റെ ഒരു സിറ്റി ഏരിയയിലും അതുപോലെ തന്നെ ഈ അച്യുതയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമ ഏരിയയിലുണ്ടായിരുന്നു. അപ്പൊ ഈ അച്യുതയുടെ ആ ഏരിയയിലുള്ള ലൊക്കേഷൻസ് എനിക്ക് നമ്മൾ ഈ മുടിപ്പ് ഭാഗത്തായിരുന്നു. ഞാൻ വരുന്നത് പട്ടാമ്പി വള്ളുവനാട് സൈഡിൽ വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ മലയാളത്തിന്റെ ഒരു ഗ്രാമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പാലക്കാട് വള്ളുവനാട് ഏരിയ. അപ്പൊ എന്റെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ ശരിക്കും. അത് മാത്രല്ല, ഒരു ചെറിയ ഞാൻ പെട്ടെന്ന് ഓർത്ത് പറയാം, ഈ പറയുന്ന പർട്ടിക്കുലർ സ്ഥലത്തിന്റെ അപ്പുറത്തും
കേരളം അപ്പുറം ഇപ്പുറം കേരളം. പക്ഷെ നമ്മൾ നിൽക്കുന്നത് അതെ അതെ. അപ്പൊ നമുക്ക് കേരളത്തിൽ ഇടയിലാണ് നമ്മുടെ ലൊക്കേഷൻ നടക്കുന്നത്. പക്ഷെ ലൊക്കേഷൻ അപ്പൊ നമുക്കിത് ഈ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു സ്ഥലമാണ് ഈ വീടും പരിസരമൊക്കെ. അപ്പൊ അവിടെ പോയിട്ട് നമുക്കങ്ങനെ വലിയൊരു വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ നല്ല അടിപൊളി പരിപാടിയാണ് സത്യം പറഞ്ഞാൽ. ഇതിന്റെ മ്യൂസിക്, അതിന്റെ ആ ക്രാഫ്റ്റ് കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തുന്ന തരത്തിൽ ആ മ്യൂസിക് വർക്കായിട്ടുണ്ട്. പിന്നെ അതിന്റെ കൊറിയോഗ്രാഫി, അതിന് കൊറിയോഗ്രാഫി അതിൽ മാളവിക തന്നെയാണ് അവളുടെ ഡാൻസ് പോർഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് ആക്ച്വലി വളരെ വർക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ DOP ആയാലും സംവിധായകനായാലും ഡയറക്ടറായാലും നമുക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. അവര് രണ്ടുപേരും വേറെ ലാംഗ്വേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മളൊട്ടും തന്നെ അൺകംഫർട്ട് ആക്കാറില്ല. അതെ അതെ. അങ്ങനെ കുറച്ചുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. ഇതുപോലെ കുറെ പേരെ ഇതിലൂടെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. കുറെ സുഹൃത്തുക്കളായി. ഇപ്പൊ ജോസഫും ഞാനും അനന്തകൃഷ്ണനുമാണ് ഒരുമിച്ചൊരു പോർഷൻ ഉണ്ടായിരുന്നത്. അനന്തകൃഷ്ണൻ എത്തിയിട്ടില്ല. അപ്പൊ ജോസഫ് ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ജോസഫിനെ കണ്ട പരിചയമുണ്ട്. പക്ഷെ എവിടെ മനസ്സിലാവുന്നില്ല. പിന്നീട് ഹോസ്റ്റലറിൽ ഓക്കെ ജോസഫ് മനസ്സിലാവുന്നത്. പിന്നെ ഇത് ജോസഫിന്റെ വർക്കുകളും പിന്നെ ഞങ്ങൾ 3 പേരും കൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ പോർഷൻസ് എങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആക്കി ചെയ്യാം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇവരാർക്കും ഇല്ലാത്ത തരത്തിലുള്ള കുറെ അധ്വാനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഈ വില്ലൻ സൈഡ് ആയിട്ടും ഓടുക ചാടുക മറിയുക എന്നുള്ള പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മജീദ് തലേന്ന് നൈറ്റ് ഷൂട്ട് ഉണ്ട്. നൈറ്റ് ഷൂട്ടുണ്ട് ചിലപ്പോൾ ഒരു 12 മണി വരെയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ 5 മണിയാകുമ്പോഴത്തേക്കും ഇപ്പൊ പോകണം ആകെ ഇങ്ങനെ പോയി ക്യാമറ വെച്ച് ഓണാകുമ്പോൾ പിന്നെ ഇവരങ്ങ് ഓണായി. പിന്നെ നമ്മളെ എനർജി അത് ക്യാമറ ഓണാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് അതിന് വേണ്ടി വെക്കുന്നതാണ്. കാരണം ആ നമ്മുടെ താമസിക്കുന്നിടത്തുനിന്ന് ലൊക്കേഷനിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു സമയത്ത്. അപ്പൊ അത്ര സമയം റെസ്റ്റ് ചെയ്യുക പിന്നെ ചെയ്യാന്നുള്ളതായിരുന്നു. അതെ അതെ. നാടകം കഴിയുമ്പോ ഞങ്ങള് ഈ ഷൂട്ട് നടക്കുമ്പോ ഈ മംഗലാപുരത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പാരലിൽ അവിടെ വേറെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ അവിടെ ചിദംബരം ഉണ്ട്, ടോവിനോ ഉണ്ട്. പിന്നീട് മനസ്സിലാണത് അത് ബാലന്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഇത് പിന്നീട് ഞങ്ങൾ ഈ സിനിമ കാണുമ്പോഴും ഞങ്ങൾക്ക് ഈ ലൊക്കേഷൻസ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് രസമായിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. നല്ല അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവരും ന്യൂ ഫേസ് ആണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.